ഞാൻ ഒരു ചീത്തപ്പേരും കേൾപ്പിച്ചിട്ടില്ലല്ലോ. അപ്പം ചീത്തപ്പേരെന്നുള്ളതല്ല ഇവിടെ കാര്യം. വൈരാഗ്യ ബുദ്ധിയോടുകൂടി. ഇത്രമാത്രം വൈരാഗ്യം വരാൻ എന്താണ് ബിജു സോപാനത്തിനടുത്ത്? അറിയില്ല. ഇത് കഴിയട്ടെ, അത് പഠിക്കണം. അത് അറിയാം, പറയാറായിട്ടില്ല. അറിയാന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഒരു എൻ്റെ കരിയറിൽ ഇതൊന്നൊരു പ്രശ്നമില്ലാത്ത കാര്യമാണ്. ബിജു സോപാനത്തിൽ പ്രശ്നമല്ലെങ്കിൽ സമൂഹത്തിൽ പ്രശ്നമാണത്. സമൂഹത്തിൽ പ്രശ്നമാണ് തീർച്ചയായിട്ടും. പിന്നെ ഒന്നാമത് പ്രേക്ഷകരെ അറിയണമെന്ന് ആഗ്രഹപ്പെടുന്നത് എന്നെ ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ്. അതെ, ഈ ബാലിച്ചേട്ടൻ ഇത് ചെയ്യുമോ എങ്കിൽ പിന്നെ പറഞ്ഞുകൂടെ ചേട്ടാ എന്നൊക്കെയുള്ള രീതിയിലാണ്. പക്ഷേ എല്ലാവരും ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ അവസ്ഥയാണ്, പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. നമ്മുടെ നിയമവസ്ഥയാണ്, അത് നല്ല നിയമമാണ്. കാരണം ഇത് അങ്ങനെ പറയാൻ പാടില്ല. കാരണം നമുക്ക് നിരാലംബയായ സ്ത്രീകൾക്ക് സഹായമാകുന്ന നിയമങ്ങൾ അത് വേണം. പക്ഷേ അതിനെ ദുരുപയോഗപ്പെടുത്തുന്ന ഒരാൾ ഉണ്ടെന്നുള്ളതാണ്. അത് ദുരുപയോഗപ്പെടുത്തുന്നത് എങ്ങനെ അറിയും? ഇപ്പം പറയാൻ പറ്റില്ല. കേസ് തെളിഞ്ഞതിന് ശേഷമല്ലേ പറയാൻ പറ്റുള്ളൂ. കൊടുത്ത ആരാണ് അവർ ദുരുപയോഗപ്പെടുത്തുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അത് കോടതിയിലൊരു വിധിയും വന്നിരുന്നു. ബാലേന്ദ്ര മേനോനെതിരെ ഒരു സംഭവം വന്നപ്പോൾ അത് വന്നു. സ്ത്രീകൾക്ക് മാത്രമല്ല, തീർച്ചയായിട്ടും ഇവിടെ അഭിമാനമുണ്ടെന്ന്, അവർക്കെതിരെ നല്ല കേസ് കൊടുക്കാമെന്നും മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ വീണ്ടും വന്നിട്ടുണ്ട്. അങ്ങനെയുണ്ട്. സത്യം ഏതും ആയിക്കോട്ടെ. അല്ല, ഈ ഒരു നിയമം നല്ലതല്ലേ? അതെൻ്റെ അമ്മയ്ക്ക് ബാധകമാണ്, എൻ്റെ സഹോദരിക്ക് ബാധകമാണ്, എല്ലാവർക്കും ബാധകമാണ്. അത് ഈ നിയമം നല്ലതാണ്.